ശ്രീ പി സി ജോർജ് 2 മിനിറ്റ്. രാവിലെ ചോദ്യോത്തരവേള പറഞ്ഞ ശ്രദ്ധിക്കുക സർ. KSRTC ഞാൻ KSRTC ബോർഡിൽ പല പ്രാവശ്യം അംഗമായിരുന്നു സർ. KSRTC അദ്ദേഹം മന്ത്രി നടത്തിയ പ്രസ്താവന എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ ചോദ്യോത്തരം എല്ലാം നന്നായി, ഒരു നല്ല പ്രതീക്ഷ ഉണ്ട്. പക്ഷേ ആര് നോക്കിയാലും നന്നാവുമെന്നൊന്നും പ്രതീക്ഷ എനിക്കില്ല, അതങ്ങ് അറിയിക്കുന്നു. പക്ഷെ അങ്ങ് പറയേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങ് നന്നാക്കാൻ ശ്രമിക്കട്ടെ, നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഒരു കാര്യം, നമ്മുടെ KSRTC എഞ്ചിനീയറിംഗ് വിങ് വളരെ ശോചനീയമായ ഗതിയാണ്. ഈരാറ്റുപേട്ട ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന് 1.5 കോടി രൂപ 2 കൊല്ലമായി, ഇപ്പോഴും പണി തീർന്നിട്ടില്ല. മുണ്ടക്കയം KSRTCക്ക് 69 ലക്ഷം രൂപ കൊടുത്തിട്ട് 2 കൊല്ലമായി, ഇപ്പോഴും പണി തീർന്നിട്ടില്ല. എഞ്ചിനീയറിംഗ് ഇല്ല, ആകെ ഒരു ചീഫ് എഞ്ചിനീയറുണ്ട്, ഒരു മകളെയാണ്. അവരൊരു ഫയൽ ഒപ്പിട്ടിട്ട് ഒരു കാര്യവും KSRTC നടക്കാൻ പോകുന്നില്ല. അപ്പോ ഒരു AE ഉണ്ട്, അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അങ്ങേർക്ക് അറിയില്ല. ഞാൻ ഇതൊക്കെ ദിവസവും സംസാരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ എഞ്ചിനീയറിംഗിൽ ആ നല്ല നിലയിൽ കൊള്ളാവുന്ന ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാനുള്ള നടപടി സ്വീകരിച്ചാൽ നന്നായിരിക്കുന്നതാണ് എന്റെ അഭിപ്രായം സർ. പിന്നെ ഞാൻ തുടങ്ങിയില്ലല്ലോ സർ. 2 മിനിറ്റ് സർ. KSRTCയെ സംബന്ധിച്ചിടത്തോളം സാർ എനിക്ക് തോന്നുന്നത് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഈ കോർപ്പറേഷനെ ഒന്ന് വിഭജിച്ചേ പറ്റൂ. കോർപ്പറേഷനെ വിഭജിക്കണം. തൊഴിലാളി കർഷകനും ഒക്കെ പറഞ്ഞ് സൂചിപ്പിച്ച സ്ഥാപനം കാണില്ല. ഇവിടെ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KSRTC സൂപ്പർ ഫാസ്റ്റും എക്സ്പ്രസും അതുപോലുള്ള സർവീസുകളാണ് ഒരു കോർപ്പറേഷൻ ആക്കണം. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് 3 കോർപ്പറേഷനാക്കി മാറ്റണം. ഈ കോർപ്പറേഷനാക്കി മാറ്റിയത് വളരെ ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയില്ലേ? ഞാൻ ചോദിക്കട്ടെ സാർ, നമുക്കാകെ 5000 ബസ്സാണുള്ളത്. 16,000 ബസ്സുള്ള പ്രൈവറ്റ് ബസ്സുകാരൻ പിന്നെ ബസ് മേടിക്കുകയാണല്ലോ. KSRTCക്ക് എന്ത് പറ്റി? ലാഭകരമാക്കാൻ പറ്റാഞ്ഞിട്ടല്ല, ലാഭകരമാക്കണം ചിന്തയില്ല. നമ്മളിപ്പോൾ ഉദാഹരണം, KSRTC സർവീസ് മുഴുവൻ കൂടി ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് ടെൻഡർ ചെയ്ത് കൊടുക്കാൻ ടെൻഡർ ചെയ്താൽ എത്ര കോടി രൂപയ്ക്ക് എടുക്കാൻ ആൾ വരും? ഈ സർവീസുകൾ ലാഭകരമായിട്ട് നടക്കുകയും ചെയ്യും. അപ്പം പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് എന്ന് പറഞ്ഞ് നമ്മളെ കളിപ്പിക്കുന്ന പരിപാടിയായി. അതുകൊണ്ട് തൊഴിലാളികൾ ജോലി ചെയ്യണം സാർ. തൊഴിലാളിയുടെ ജോലി ചെയ്യണം മുഖത്തൊക്കെ പറയാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. 9.4 ആണ് ഒരു ബസ്സിന് തൊഴിലാളി. അതിന്റെ ആവശ്യം എന്താ സാർ? എന്തിനു വേണ്ടി? അപ്പോ തൊഴിലാളികളും സ്വല്പം നീതി ചെയ്യാനുള്ള ബാധ്യത കാണിക്കണം. ഇടതുപക്ഷ ഗവൺമെന്റാണ് വന്നിരിക്കുന്നത്. ഇടതുപക്ഷ ഗവൺമെന്റ് നിലയിൽ ആ ഗവൺമെന്റ് കാലത്ത് ഈ സർവീസ് നന്നാക്കിയെന്ന് വരുത്താൻ ശക്തമായ ഇടപെടൽ നടത്താൻ CPMന്റെയും CPIയുടെയും നേതാക്കന്മാർക്ക് കഴിയും. ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കണം സാർ. ഞാൻ ഒരു ചെറിയ കാര്യം കൂടി, നമ്മുടെ സഹകരണ മേഖല ഒരു കാര്യമുണ്ട് സാർ. നമ്മുടെ സഹകരണ മേഖലയെ കണ്ണു വെച്ചിട്ട് കുറച്ച് നാളായി നമ്മുടെ റിസർവ് ബാങ്കും കേന്ദ്ര ഗവൺമെന്റും. നമ്മുടെ സുധാകരൻ മന്ത്രി സഹകരണ മന്ത്രി ആയിരുന്നപ്പോ കൊണ്ടുവന്നതാ. അന്ന് ഈ സഭയിൽ പ്രമേയം വന്നപ്പോ കൈയടിച്ച് പാസ്സാക്കാൻ കൂടിയ ആളാ ഞാൻ, കേന്ദ്ര ഗവൺമെന്റ് നയത്തിനെതിരെ. കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് റിസർവ് ബാങ്ക് വന്നു, അന്നും ഉമ്മൻചാണ്ടി പ്രമേയമായിട്ട് ഇവിടെ വന്നു. സർ, ഇത് കേരളത്തോടുള്ള ഫെഡറൽ സംവിധാനത്തോടുള്ള അപമാനിക്കലാണെന്ന് പറയാനുള്ള തന്റെ ഇടം നിങ്ങൾ കാണിക്കണം. സഹകരണ മന്ത്രി ഒരു വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകണം. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നയവും റിസർവ് ബാങ്കും നമ്മുടെ പണം 1,37,000 കോടി രൂപ എന്ന സാർ എനിക്ക് കിട്ടിയ കണക്ക്, അത് മുഴുവൻ തട്ടിയെടുത്തുകൊണ്ട് ബോംബെയിൽ, കൽക്കത്തയിൽ, മദ്രാസിലുമുള്ള സമ്പന്നന്മാർക്ക് അടിച്ചു മാറ്റാൻ വേണ്ടി ഉള്ള ശ്രമം നടക്കുകയാണ്. അതിനെതിരായി ശക്തമായി പ്രതികരിക്കാനുള്ള തന്റെ ഇടത്തോടുകൂടി ഗവൺമെന്റ് മുമ്പോട്ട് പോകണം എന്നുകൂടി സൂചിപ്പിക്കുന്നു. ഒരു 5 മിനിറ്റ് ചുമ്മാ തരാമോ? Please. എന്നാ ഞാൻ നിർത്തി. Please conclude. Okay. Please conclude.